ഹലോ, ചേനയും മത്തങ്ങയും വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ചേനയും മത്തങ്ങയും ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് വേവായി കിട്ടുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന ചേനയും മത്തങ്ങയാണ്, അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചേനയും മത്തങ്ങയൊക്കെ പാകത്തിന് വേവായി കിട്ടും. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞുള്ളി, 1/4 സ്പൂൺ നല്ല ജീരകം, പിന്നെ മുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 3 സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവസാനം നമുക്ക് വറുത്തിടാനുള്ള തേങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചേനയും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, തൊടുമ്പോഴേ നല്ല പൊടിഞ്ഞു പോകുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ്, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്നും കൂടി നോക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതും കൂടി ചേർക്കാം. ഇനി 2-3 വറ്റൽ മുളക് മുറിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, വലിയ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.